നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. സൂക്ഷ്മദർശിനി എം സി ജിതിൻ സംവിധാനം ചെയ്ത ഈ ചിത്രം കഴിഞ്ഞ ആഴ്ചയാണ് റിലീസ് ചെയ്തത്. ആദ്യമേ പറയട്ടെ, ഇത് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിൻ്റെ ഒരു റിവ്യൂ അല്ല. ലിബിൻ ടിവിയും അതുൽ രാമചന്ദ്രനും ചേർന്നാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. ക്യാരക്ടറുകളുടെയോ സംഭവഗതികളുടെയോ പൂർണ്ണമായ ഒരു ചിത്രം കാഴ്ചക്കാർക്ക് നൽകാതെ എന്താണ് ഏതാണ് എന്ന് ചിത്രത്തിൻ്റെ ഒടുക്കം വരെ അങ്ങനെ കൊണ്ടുപോകുവാനും എഴുത്തിൽ കാണിച്ച ആ കൈയടക്കം അത് വളരെ പ്രശംസനീയം തന്നെയാണ്. പ്രത്യേകിച്ചും ബേസിൽ ജോസഫിൻ്റെ മാനുവൽ എന്ന കഥാപാത്ര സൃഷ്ടി. ഇയാളൊരു സൈക്കോ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ ചിന്തിച്ച് കാണികൾ കുറച്ചെങ്കിലും ഡൈവേർട്ടഡ് ആകുകയും ചെയ്യും. തിരക്കഥയുടെ ആ ഒരു പ്രത്യേകത ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പാത്ര സൃഷ്ടിയിൽ വളരെ ഭംഗിയായി വർക്കൗട്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തിറങ്ങിയ മലയാള സിനിമകൾ ഏതെടുത്താലും സൂക്ഷ്മദർശിനി എന്ന ഈ ചിത്രത്തിൻ്റെ ടൈറ്റിൽ പോലെ ആപ്റ്റായ, ഉചിതമായ, കൃത്യമായ ഒരു ടൈറ്റിൽ മറ്റൊരു മലയാള ചിത്രത്തിനും ഉണ്ടായിട്ടില്ല. ഒരു സിനിമയ്ക്ക് ഇത്രമാത്രം യോജിച്ച ഒരു ടൈറ്റിൽ എന്തുകൊണ്ട്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് സൂക്ഷ്മദർശിനി? നമ്മൾ അറിയുന്ന മൈക്രോസ്കോപ്പാണല്ലോ ഈ സൂക്ഷ്മദർശിനി. നഗ്നനേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത വളരെ ചെറിയ വസ്തുക്കളെപ്പോലും മാഗ്നിഫൈ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ശാസ്ത്രീയ ഉപകരണമാണല്ലോ അത്. ഈ സൂക്ഷ്മദർശിനി എന്ന ആ ഒരു ടൈറ്റിലിൻ്റെ പല തലത്തിലുള്ള ഒരു പ്ലേ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. എങ്ങനെയെന്നല്ലേ പറയാം. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രം നസ്രിയയുടെ പ്രിയദർശിനിയാണ്. ബബ്ലി ആയുള്ള ക്യാരക്ടറുകൾ അവതരിപ്പിക്കുന്നതിൽ നസ്രിയയേക്കാൾ മികച്ചൊരു നടി മലയാളത്തിലില്ല. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അവർ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. എങ്കിലും ആ ഒരു ക്യാരക്ടറിന് ആവശ്യമായ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള മികച്ച ഒരു പെർഫോമൻസാണ് നസ്രിയയുടേത്. ആദ്യം നോക്കൂ, ചിത്രത്തിൻ്റെ പേരും കഥാപാത്രത്തിൻ്റെ പേരും സൂക്ഷ്മദർശിനിയും പ്രിയദർശിനിയും. പ്രിയദർശിനി എന്ന കഥാപാത്രം തന്നെ ഒരു സൂക്ഷ്മദർശിനിയാണ് എന്ന ഒരു ഹിൻഡ് തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്ക് കൊടുക്കുവാൻ ഈ പേര് സെലക്ട് ചെയ്യുന്നത് വഴി തിരക്കഥാകൃത്തുക്കൾക്കും സംവിധായകനും ആയിട്ടുണ്ട്. പ്രിയദർശിനി ഒരു മൈക്രോബയോളജി ഗ്രാജുവേറ്റാണ്. ഒരു മൈക്രോബയോളജിസ്റ്റിൻ്റെ ഏറ്റവും വൈറ്റൽ ടൂൾ തന്നെ ഒരു മൈക്രോസ്കോപ്പാണ്. അതല്ലെങ്കിൽ പ്രിയദർശിനിയുടെ പ്രൊഫഷൻ്റെ അവിഭാജ്യ ഘടകമാണ് സൂക്ഷ്മദർശിനി. രണ്ടു പേരുകൾ ചിത്രത്തിൻ്റെ ടൈറ്റിലിനെയും പ്രധാന കഥാപാത്രത്തിൻ്റെ പേരിനെയും ഇത്രയും ഭംഗിയായി കൂട്ടി യോജിപ്പിക്കുവാൻ വേണ്ടി തന്നെ ആയിരിക്കാം തിരക്കഥാകൃത്തുകൾ അവരുടെ പ്രൊഫഷൻ പോലും മൈക്രോബയോളജി ആക്കിയത്. ബ്രില്യൻ്റ് എന്ന് തന്നെ പറയണം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ. പ്രിയദർശിനിയുടെ പെരുമാറ്റത്തിലൂടെയും പ്രിയദർശിനിയുടെ സ്വഭാവത്തിലൂടെയും ബിഹേവിയറിലൂടെയും തന്നെ ചിത്രത്തിൻ്റെ ടൈറ്റിലിന് ഒരു ആലങ്കാരികമായ അർത്ഥം കൂടി നമുക്ക് കണ്ടെത്തുവാൻ പറ്റും. ഒരു സൂക്ഷ്മദർശിനി നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ വസ്തുക്കളെ വളരെ ക്ലോസായി പരിശോധിക്കുവാനാണ്. അതേസമയം പ്രിയദർശിനിയോ തൻ്റെ അയൽപക്കക്കാരൻ്റെ ഓരോ നീക്കവും ക്ലോസായും ഡീറ്റെയിലായും വാച്ച് ചെയ്യുന്നു. ഒരു സൂക്ഷ്മദർശിനിയെ പോലെയാണ് അവർ അവിടെ. പ്രിയദർശിനിയുടെ പേഴ്സണാലിറ്റിയെ തന്നെ വളരെ എഫക്റ്റീവായി ഈ ഒരു ടൈറ്റിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വസ്തുക്കളെയും വസ്തുതകളെയും വളരെ സൂക്ഷ്മമായി മൈന്യൂട്ടായി നിരീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിലുള്ള പ്രിയദർശിനിയുടെ കഥാപാത്ര ചിത്രീകരണം തിരക്കഥയുടെ ആ ഒരു സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. മാത്രമല്ല, ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ വിട്ടുകളയുന്ന, അവഗണിക്കുന്ന ചില സംഗതികൾ കാണുവാനും പ്രിയദർശിനിക്ക് കഴിയുന്നുണ്ട്. ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയദർശിനിയുടെ ഈ ഒരു മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ, പ്രത്യേകിച്ചും മാനുവൽ എന്ന അയൽപക്കക്കാരനെക്കുറിച്ചുള്ള സംശയങ്ങളും അന്വേഷണങ്ങളും, അതാണ് ഈ ചിത്രത്തിൻ്റെ സെൻട്രൽ പ്ലോട്ടും നറേറ്റീവ് ഡ്രൈവറുമാക്കുന്നത്. ചിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രോഗ്രഷനെ സ്വാഭാവികമായും ഈ ടൈറ്റിൽ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി റെലവൻ്റ് ആകുന്നുമുണ്ട്. ചിത്രത്തിൻ്റെ തീമറ്റിക് റിലവൻസ് ആണ് മറ്റൊരു കാരണം അല്ലെങ്കിൽ കാര്യം. സൂക്ഷ്മദർശിനി ഒന്നിലേറെ തീമുകൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് പെർസെപ്ഷനാണ്, മറ്റൊന്ന് സന്ദേഹമാണ്, സംശയം. കൂടാതെ വളരെ ക്ലോസ് ആയ ഒരു ഒബ്സർവേഷൻ ചിലപ്പോഴെങ്കിലും ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷന് വഴിവെച്ചേക്കാമെന്ന കാര്യം കൂടിയാണ്. എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ കൊണ്ടുചെന്ന് കെട്ടുന്നത് മൈക്രോസ്കോപ്പ് എന്ന ഐഡിയയിലേക്കുമാണ്. പ്രിയദർശിനിയുടെ യഥാർത്ഥ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ അവർ ഉപയോഗിക്കുന്നതിനേക്കാൾ അവരുടെ മൈക്രോസ്കോപ്പിക് വിഷൻ അയൽപക്കക്കാരിലേക്കാണ് കൂടുതൽ സമയവും നീങ്ങുന്നത് എന്നതാണ് ഇവിടുത്തെ ഒരു ഐറണിക് ട്വിസ്റ്റ്. കഥാനായികയുടെ പേര് പ്രിയദർശിനി.
കാണുന്നതെല്ലാം പ്രിയപ്പെട്ടതായി കാണുന്നവൾ, അല്ലെങ്കിൽ കാണുവാൻ ആഹ്ലാദകരമായത്, അല്ലെങ്കിൽ നമുക്ക് ഈ പേരിന് വേറെ അർത്ഥങ്ങളും പറയാം. പ്രിയദർശിനി എന്ന പേര് ചുറ്റുമുള്ള എല്ലാറ്റിനും സത്യം അന്വേഷിക്കുവാനുള്ള ആഗ്രഹത്തെയും പ്രേരണയെയും പ്രതിഫലിപ്പിക്കുന്നു. ഈ അർത്ഥങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്ര സൃഷ്ടി തന്നെയാണ് തിരക്കഥാകൃത്തുക്കളും സംവിധായകനും ചേർന്ന് പ്രിയദർശിനിക്ക് നൽകിയിരിക്കുന്നത്. സൂക്ഷ്മദർശിനി എന്ന ഈ ടൈറ്റിൽ പ്രധാന കഥാപാത്രത്തിൻ്റെ സത്തയെയും കഥയുടെ സെൻട്രൽ കോൺഫ്ലിക്റ്റിനെയും സിനിമയുടെ ഓവറോൾ തീമിനെയും ചൂഴ്ന്നു നിൽക്കുന്നു. ഇത് ഒരു ചിത്രത്തിൻ്റെ തീമിനെയും കോണ്ടൻറ്റിനെയും സംക്ഷിപ്തവും ബുദ്ധിപരവുമായി ഹിൻഡ് ചെയ്യുന്ന മനോഹരമായ ഒരു രീതിയാണ് എന്ന് തന്നെ വേണം പറയുവാൻ. അതോടൊപ്പം കുറച്ചു പേർക്കെങ്കിലും കൗതുകകരമായ ഒരു സംഗതിയായി അത് മാറുന്നതുമുണ്ട്. ഇതുപോലെയുള്ള അർത്ഥവത്തായ മൾട്ടി ലേയേർഡായ ഒരു ടൈറ്റിൽ മലയാള സിനിമയിൽ അപൂർവമാണ്. ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാന ആകർഷക ഘടകമായി മാറുന്ന തോട്ട്ഫുൾ ഫിലിം മേക്കിങ്ങിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സൂക്ഷ്മദർശിനി. കിഷ്കിന്ധാകാന്ഡമാണ് ഇതുപോലെ റെലവൻ്റായ ടൈറ്റിൽ വന്ന മറ്റൊരു ചിത്രം. എന്നാൽ സൂക്ഷ്മദർശിനിയോളം തന്നെ പല ലെയറുകൾ ഈ ഒരു ടൈറ്റിലിന് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു റിവ്യൂ അല്ലെന്ന്. എന്നാലും ഒരു ത്രില്ലർ ജോണറിലുള്ള നല്ലൊരു ചിത്രമാണ് MC ജിതിനും സംഘവും ഒരുക്കി വെച്ചിരിക്കുന്നത്. ബേസിൽ ജോസഫിൻ്റെ മാനുവൽ അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ്. ക്രിസ്റ്റോ സേവ്യറിൻ്റെ സംഗീതം അതും വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. എല്ലാവരും ചിത്രം കാണുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.